ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 38. തുടക്കം തന്നെ UK ലക്ഷ്മിയോടാണ്. എൻ്റെ പിള്ളേരെ തൊടുന്നോടി. അല്ല, എന്താണ് ഈ UK ലക്ഷ്മിയുടെ വിചാരം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഏത് കോലത്തെ തമ്പുരാട്ടിയാണാവോ ഈ മുതൽ? അല്ല, ഇവളാരാ ഇവള്? ബിഗ് ബോസിൻ്റെ അമ്മായിയോ? അമ്മായി ലക്ഷ്മി ഇറങ്ങിപ്പോന്നിരിക്കുക. ഇനി പറയാൻ പറ്റില്ല. അഭിഷേകം കണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് കാല് കുത്തിയപ്പോൾ ഐ ആം ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാർജ് ആയതാണോ UK ലക്ഷ്മി? വെടലത്തരം വിളിച്ച് പറയുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരുന്നിട്ട്. അല്ല, ഇവളെ പ്രൊഫൈൽ ഞാനൊന്നും ഇപ്പോൾ പോയി നോക്കി ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഞാൻ ഇത്രയും നേരം ഈ സാധനത്തിൻ്റെ പ്രൊഫൈലൊന്നും കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊന്ന് കയറി നോക്കി. ആദ്യം തന്നെ ആ ഒരു കഥ പറഞ്ഞപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ളൊരു സാധനവും പാരൻസിൻ്റെ സാധനവും വീട്ടുകാരങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതീവ ഭീകര പ്രയത്നം ചെയ്തതിൻ്റെ കഥയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബേസിക് ഹ്യൂമൻ്റെ ഇമോഷൻസ്. ഓക്കെ, ഇത് തന്നെയാണ് ആദിലയ്ക്കും നൂറയ്ക്കും. മനസ്സിലായില്ലേ? അവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത അവരുടെ ഫാമിലി ആൻഡ് കുറേ ട്രോമാസ് വേറെ. ആ കുട്ടികൾ അനുഭവിച്ചു വന്നു, നീ അനുഭവിച്ചു വന്നു, ഒരേ സാധനമാണ്. പിന്നെ പുറത്ത് നിന്നെ താങ്ങി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വേറെ ടീംസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു കടിമൂത്തിട്ടാണ് അമ്മായി അവിടെ ഇരുന്നിട്ട് ഈ ചിലക്കിനെന്നുണ്ടെങ്കിൽ കൂട്ടിയാൽ കൂടുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കാരണം അമ്മ അതിരി വെടലത്തരാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായ? പിന്നെ ഇതും പൊക്കിപ്പിടിച്ച് വന്ന് മാസാക്കി സ്റ്റോറി ഇട്ട് പോകുന്ന കുറേ പുന്നാര മക്കൾ വേറെ കാണും. അമ്മാരോടൊക്കെ ഒന്നും പറയാനില്ല. ഞാൻ പണ്ടേ നടുവരിലോണ്ട് നമസ്കാരം പറഞ്ഞ ടീമുകളാണ്. എനിക്ക് താല്പര്യമില്ലോടെ. മനസ്സിലായ? ഞാനൊരു പ്രോഗ്രസീവ് ഒന്നുമല്ല. പക്ഷേ രണ്ട് ഹ്യൂമൻ ബീങ്സ് അവർ വന്ന സഫറിങ്, അവരുടെ ഒരു ഇമോഷൻസിനെ ഊത്ത വർത്താനം പറഞ്ഞ ഈ UK ലക്ഷ്മിക്ക് ഇത്രയെങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ കീപ്പ് ചെയ്യുന്ന എൻ്റെ ആദർശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ആയിപ്പോവും. ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ ആദ്യം നിങ്ങൾക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എനിക്ക് ലക്ഷ്മിനെ കുറച്ച് പറയണം. സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ച് നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്ത തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരും റെസ്പെക്ട് ചെയ്ത് അങ്ങനത്തെ നിൽക്കുന്നവരല്ല. വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്ന്. എന്തായാലും ഒരു കാര്യം പറയാം, ലക്ഷ്മിയുടെ പോലത്തെ ഒരു ഐറ്റത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടില്ല. കടക്ക് പുറത്ത് എന്ന് പറയും. മനസ്സിലായോ? അതാണ് ലക്ഷ്മിയുടെ സ്റ്റാൻഡേർഡ്. ഞാൻ ആദ്യം ഈ സാധനം കയറി വന്നപ്പോൾ വിചാരിച്ച് ഒരു ബോസി ടൈപ്പ് അത്യാവശ്യം ക്യാരക്ടറുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും എന്നുള്ളത്. ഇത്രയും തരം താന്ന ഈ വേസ്റ്റ് കൂമ്പാര ചിന്താഗതിയുള്ള വെറും തേർഡ് റേറ്റ് ലോ ക്ലാസ് ആണ് ഈ എന്നുള്ളത് അറിഞ്ഞില്ല മോളെ. മനസ്സിലായോ? എന്തെന്നൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരാൾ വീട്ടിൽ കയറ്റാത്ത, സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത സൊസൈറ്റിയിൽ ആക്സെപ്റ്റൻസ് വരാനാണ് അവരവിടെ വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? അല്ല, ഇത് വന്ന സമയത്തൊന്ന് പാളിപ്പോയതാ ഐറ്റം. അന്ന് ഇരുന്നതാ. ഏത് സോഫേൻ്റെ മുകളിൽ ആദ്യം വന്നിരുന്നിട്ട് ഒരു ഐറ്റം അടിച്ചിട്ടുണ്ടായിരുന്നു അമ്മായി. പക്ഷെ അന്ന് പാളി ചീറ്റി. ഞാൻ അന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കണ്ടില്ലേ കുട്ടികൾ, ഒരമ്മ ഒരു കുട്ടിയും ഒരു വീഡിയോ ഇതേപോലെ ബിഗ് ബോസിൻ്റെ കാണുമ്പോൾ ആ കുട്ടി അമ്മ ചോദിക്കുമ്പോൾ അമ്മ എന്ത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കയ്യിൽ നിന്ന് പോയ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇതിനാരോ പഠിപ്പിച്ച് ഇൻജക്ട് ചെയ്ത് വിട്ടതാണ്. അല്ലാതെ ഇതിനെ കൊണ്ടൊന്നും വർത്താനം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഒന്നും അല്ല ഈ മുതൽ. മനസ്സിലായ? ഇതിങ്ങനെ റോബോട്ടും അതിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് പോകാൻ പറ്റും. അതിൽ നോറിൽ നിവർന്ന് നിന്ന് 2 ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അവർ വേറെ എന്തോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയി പോയതുകൊണ്ടാണ്. അതിലൊരു കലിപ്പ് നോട്ടം അവിടെ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോ ലക്ഷ്മിക്ക് എന്താണെങ്കിലും കിട്ടും. അത് ഉറപ്പാണ്. ആ കാര്യം കൊടുത്തേ പറ്റൂ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും ചോദിക്കണം. ഇത്രയും പച്ച തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ടല്ലോ. സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളമാർക്കൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റൂ? ഈ ചിന്താഗതിയും വെച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ? അല്ല, ഇവള് കുറച്ച് ദിവസം മുമ്പല്ലേ ജിഷിനെ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയെന്ന് ഓളെ ചില ജിഷിനെ പോയി പഠിപ്പിച്ചപ്പോൾ ഒരാളുടെ പേഴ്സണൽ ലൈഫ് നോക്കാൻ പാടില്ല, നമ്മൾ അങ്ങനെ എടുത്ത് പറയാൻ പാടില്ല, നമ്മൾ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഇല്ല ഡയലോഗ് എന്നല്ല ലക്ഷ്മിക്ക്. ഇപ്പതാ പുറത്ത് വരാൻ തുടങ്ങി മുഖം. എന്ത് നാട്! ഇങ്ങനെ കുറേ നാറിയ ജന്മങ്ങൾ. ഏതെങ്കിലും മനുഷ്യന്മാർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. നമ്മളെ ലൈഫിനെ എങ്ങനെയെന്നുള്ളത് നോക്കിയാൽ പോരെ. ഇനി നമുക്ക് നമ്മളുടെ സൊസൈറ്റിയോടുള്ളൊരു ഒരു അതിഭീകരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ
ആദ്യം മനുഷ്യന്മാരോട് ആ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം, അയാളുടെ ഇമോഷനെ മനസ്സിലാക്കാൻ പഠിക്കണം. അതൊന്നുമില്ല. ഇതേപോലെ ഇങ്ങോട്ട് ഇറങ്ങും കുറേ എണ്ണ ചാക്കുന്ന് പൊട്ടി ഒലിച്ചിട്ട്. എന്താണെങ്കിലും ഊക്കലക്ഷ്മിനോട് എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കിന്ന് മനസ്സമാനമല്ല. അപ്പോൾ ഗോയിങ് ടു അവർ എപ്പിസോഡ്. ഓക്കെ, രാവിലെ തന്നെ ഈ സാബുമാൻ ബിഗ് ബോസെ ഊക്കി വിട്ടതാ തോന്നുന്നു ആശാനെ. കെലിപ്പാവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. പിന്നെ ബിന്നി അവിടെ എവിടെയോ പോയിട്ടിരുന്നിട്ട് ഡബിൾ ഫേസ് അടിച്ചിട്ട് നീച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, വട്ടം കൂടി ഇരുന്നപ്പോൾ അനുമോക്കിട്ട് കൊട്ടി. എന്നാൽ സ്വന്തം അനുമോളെ റന ഫാത്തിമേൻ്റെ ഒപ്പം ഇരുന്ന് പറഞ്ഞതൊക്കെ നാട്ടുകാർ കണ്ടതൊന്നും ബിന്നിക്ക് അറിയാൻ പാടില്ല തോന്നുന്നു, അതൊക്കെ മറന്നുപോയി തോന്നുന്നു. ബിന്നി അങ്ങനെ പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ ചെറുതായിട്ടൊന്ന്, പ്രവീണാണല്ലോ ബേഴ്സ്, അടുക്കള ബേഴ്സ്. അപ്പോൾ അവിടെ പോയിട്ട് പ്രവീൺ രാവിലെ തന്നെ പോയി റന ഫാത്തിമേനോട് പോയി വള്ളി പിടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. രാവിലെ അങ്ങനെ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും. ഉച്ചയായപ്പോഴത്തേക്കാണ് നമ്മുടെ ഇയാൾ അഖിൽ മാരാർ കയറി വരുന്നത്. ടു ബി ഹോണസ്റ്റ്, ബിഗ് ബോസ് സീസൺ 7 ഇത്രയ്ക്ക് വൃത്തിയും വെടിപ്പിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്. ഇങ്ങനെയാണ് ടാസ്ക് ലെറ്റർ വായിക്കേണ്ടത്. വായിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾ ഓപ്പോസിറ്റിലുള്ള ബാക്കി കണ്ടസ്റ്റൻസിന് കാര്യം, അതായത് ഗെയിം എങ്ങനെയെന്നുള്ളത് പ്രിസൈസ്ലി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഡൗട്ട്സും അവിടെ വരാൻ ചാൻസ് ഇല്ല. നമ്മളൊക്കെ എപ്പിസോഡിൽ കാണുമ്പോൾ, ഇപ്പോൾ നമ്മളെ സീസണിലൊക്കെ ആണെങ്കിലും വായിക്കുമ്പോൾ ചിലപ്പോൾ 2-3 വട്ടം തെറ്റും. ബിഗ് ബോസ് വീണ്ടും പറയും, വീണ്ടും മാറ്റി വായിക്കും. ഇങ്ങനത്തെ ഒരു സാധനം അവിടെ എക്സസൈസ് ചെയ്ത് പോകും. ഇന്നിപ്പോൾ ഈ കട്ട് കണ്ടറിയാതെ ഒരു ഒറ്റ സ്ഥാനത്തിൽ അങ്ങേര് സംഗതി വായിക്കുന്നത് മാത്രമല്ല, ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട്, ഒരു ടാസ്ക് ലെറ്റർ വരുമ്പോൾ അതിനകത്തുണ്ട് ഒരു ഗെയിം എങ്ങനെ കളിക്കണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ബ്രില്യൻ മാൻ. ദിസ് ഈസ് വൈ ദിസ് ഗൈ ഈസ് ദ വിന്നർ. ഒന്നും പറയല്ല, അടിപൊളിയായിട്ട് ടാസ്ക് ലെറ്റർ മേടിച്ചു. സൂപ്പറായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു അത്. ആ ഒരു വൈബ്, ആ ഒരു ഓറ ആ ടാസ്ക് ലെറ്റർ വായിക്കുന്നതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അവരുടെ ആ ഒരു സിനിമേൻ്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബാക്കി അതിനിടയിൽ അഭിഷേക് കുറച്ച് ഈ പറഞ്ഞതിൽ പ്ലാച്ചീൻ്റെ പിന്നാലെയൊക്കെ പോയി അനുമുള്ളത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പ്ലാച്ചീൻ്റെ കാര്യങ്ങളും ബാക്കി സംഗതികളൊക്കെ അനുമോക്ക് മനസ്സിലാവില്ല എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അത് മനസ്സിലായാൽ നല്ലത്, ഇല്ലെങ്കിൽ ഇല്ല. അതങ്ങനെ ഒരു സൈഡിൽ കൂടി പോയി. ആൻഡ് സിനിമയുടെ പ്രൊമോഷൻ, മുള്ളംകൊല്ലിയാണ് സിനിമ അവരത്. അത് 12-ാം തീയതി റിലീസാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ വന്നു. ആൻഡ് ഗുഡ് ടു സീ എവ്രി വൺ ബാക്ക് ദെൻ. ബിക്കോസ് ബിഗ് ബോസ് കഴിഞ്ഞാൽ ആരും ഒന്നും ആവില്ല എന്നുള്ളൊരു സംഗതിയൊക്കെ നോർമലി ഉള്ളൊരു ഐറ്റം ആണല്ലോ. ഇതിപ്പോൾ അതിന്നൊക്കെ മാറിയിട്ട് അത്യാവശ്യം ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും സിനിമയിൽ കിട്ടുന്നുള്ളൊരു ഐറ്റം കിട്ടുന്നത് കൊണ്ട് ഇറ്റ്സ് റിയലി നൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇടയിൽ ഹിൻഡ് വാരി വതറിയോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ജെൻഡർ എന്ന് പറഞ്ഞ ഐറ്റത്തിനകത്തുള്ളതാണല്ലോ ഈ അഭിഷേകും അങ്ങനെയെന്നല്ലോ. കഴിഞ്ഞ കൊല്ലം വന്ന സമയത്ത് ആ മറ്റേ അഭിഷേകും ഈ അഭിഷേകും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു സംഗതിയൊക്കെ ഉണ്ടായി. ബിഗ് ബോസ് അതിൻ്റെ മുകളിലാണല്ലോ അബീനെ പിടിച്ച് 2 ആഴ്ച ഇട്ടത്, ഈ ഒരു കമ്മ്യൂണിറ്റി സാധനം പറഞ്ഞിട്ട്. അപ്പോൾ ഈ അബീനെ കണ്ടപ്പോൾ ഇനി അങ്ങോട്ട് കയറി ഇളകിയതാണോ ഊക്കെ ലക്ഷ്മിക്ക് എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ടാസ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ലൈവ് ഇരുന്ന് കണ്ടത് ഈ ടാസ്കിൻ്റെ. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ലൈവിൽ ഈ ടാസ്ക് വാസ് അട്ടർ ഡിസപ്പോയിൻമെൻറ്റ് ഇൻ ദ സെൻസ് ഈ സംഗതി ഒരു രക്ഷയില്ലാത്ത ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം ഒട്ടും എൻഗേജിങ് ആയിരുന്നില്ല, ഒട്ടും ആ സാധനം എനിക്ക് ലൈക്ക് ഒരു വർക്കാവുന്നില്ല. ജിഷിനും ഈ പറഞ്ഞ അക്ബറും തമ്മിലുള്ള സാധനങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും അത് കുറച്ചൊരു ഫ്ലോ ഇല്ലാതെ പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ ഇപ്പോൾ നമ്മളുടെ കമ്മിങ് ടു എപ്പിസോഡ് ഇത് കുറേ കട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരുമെന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ എനിക്കെന്തോ ഈ ഒരു ടാസ്ക്, ചെരുപ്പ് കമ്പനി ആ ഒരു ടാസ്ക് എനിക്ക് എത്രത്തോളം വർക്കായില്ല. പിന്നെ അത് വർക്കായില്ല എന്ന് മാത്രമല്ല, എനിക്ക് കുറേ സാധനങ്ങൾ ഈ സംഗതി കണ്ട സമയത്ത് ബിഗ് ബോസ് എന്തെന്നായി കാണിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഞാൻ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണത്. കാരണം നൂറയ്ക്ക് ഓൾറെഡി ഒരു സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറും അങ്ങനത്തെ സാധനങ്ങൾ ഒരു 2 കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവർ ടാസ്ക് കളിച്ച് ജയിച്ച് മേടിച്ച ഒരു ഐറ്റം. അത് ഓൾറെഡി അവർ എക്സസൈസ് ചെയ്തു. ഒരു വീക്കിൽ അവർ നോമിനേഷൻ അത് എക്സസൈസ് ചെയ്യുകയും ചെയ്തു. ഇത് ചെയ്തിട്ടും ഈ എക്സസൈസ് ചെയ്തതിന് ശേഷവും വീണ്ടും ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ട് ഇനി അവർക്ക് ആ ഒരു പവർ പോകുമെന്ന് അവരോട് പറയുമ്പോൾ ദാറ്റ്സ് എന്താ പറയുക, എനിക്കറിയില്ല ബിഗ് ബോസ് എന്താ ഇത് 7ൻ്റെ പണി എന്ന് പറയുമ്പോൾ ഇതാണോ 7ൻ്റെ പണി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു പണിയലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത് ശരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്നുള്ളത്. ടു ബി ലൈക്ക് എൻ്റെ ഒരു പാട്ടെന്ന് ഞാൻ പറയുകയാണ്,
അവർ ഡിസേർവ് ചെയ്ത് അവർ കളിച്ച് മേടിച്ചൊരു സാധനമാണ്. ഓക്കെ, അത് ഇങ്ങനെ എടുത്ത് വേറൊരു ടാസ്കിലേക്ക്, അത് ഓൾറെഡി എക്സസൈസ് ചെയ്തൊരു സാധനം അത് വീണ്ടും ഒരു ടാസ്കിൽ വരുമ്പോൾ പോകുന്ന, മേ ബി അത് നൂറ ഒന്നും കൂടിയും അറഗൻ്റ് ആവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കണം. വാട്ട് എവർ, അങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ചതിൽ എനിക്കൊരു എന്തെന്നായി കാണിക്കണം എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടാസ്ക് തുടങ്ങി. എനിക്ക് ഇതിൽ ജിഷിൻ ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു എന്താ പറയുക, ഇത് എന്ത് കാടടേ എന്നുള്ളൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ജിഷിൻ ഇതിൽ നന്നായിട്ട് ചെയ്തു. ജിഷിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാണ്. ആൻഡ് അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് ജിഷിൻ്റെയും ആ ഒരു അക്ബറിൻ്റെയും സാധനം വർക്കായിട്ടുണ്ട്. അവർ രണ്ടുപേരും അവർക്ക് തന്ന അക്ബറിന് കാര്യം ആദ്യം മനസ്സിലായി. പിന്നെ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ നിങ്ങളൊന്ന് നോക്ക്, ആരൊക്കെ എന്തൊക്കെ പാർട്ട് ചെയ്യണം എന്നുള്ളത് അത് ബിഗ് ബോസ് തന്നെയാണ്. പക്ഷേ ടീം നിങ്ങളോട് ഇടുന്നല്ല പറഞ്ഞത്, ബിഗ് ബോസ് ഒരു ടീം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇതിൽ മറ്റേ സർക്കസിന് ഒരു ടീം, ചെരുപ്പിനൊരു ടീം. ഈ ചെരുപ്പ് ടീമിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല എന്താ പറയുക ഔട്ട് വരുന്ന പാർട്ടുകളാണ് നമ്മളെ ജിഷിൻ്റെതും പിന്നെ നമ്മളുടെ അക്ബറിൻ്റെയും പാർട്ട്. ഇത് രണ്ടും നല്ല ഔട്ട് വരുന്ന പാർട്ടാണ്. ഈ രണ്ട് പാർട്ടും അവർ നന്നായിട്ട് ഇപ്പോൾ അക്ബറിന് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടി, ജിഷിന് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടി, ബാക്കിയുള്ളവരൊന്ന് സെറ്റ്, കാരണം ഗോൾഡ് കോയിൻ കിട്ടണമല്ലോ, അപ്പോൾ നല്ല വർക്കേഴ്സാണ് കാണിക്കണമല്ലോ, അതിന് വേണ്ടി ഒന്ന് സെറ്റിൽ ഡൗൺ ആയി. ഷാനവാസൊക്കെ സൈഡ്, ഒന്നീല് പിന്നെ ആരാ തള്ളണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് ഇത്രത്തോളം വോട്ട് കയറ്റിയിട്ട് ചെങ്ങായി എന്താ കാണിക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ആ ചെങ്ങായി അങ്ങനെ പോകുന്നുണ്ട്. എന്താണെങ്കിലും അതിനകത്ത് ഇവരാണ് പെർഫോം ചെയ്തത്, ഈ രണ്ടുപേരാണ് പെർഫോം ചെയ്തത്. പിന്നെ ഈ നൂറയുടെ കയ്യിലാണ് ലൈക്ക് എൻഡ് റിസൾട്ട്, ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്. അവിടെ നൂറ കൺഫ്യൂസ്ഡായി. ഓക്കെ, നൂറ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. അവിടെ നൂറയ്ക്ക് ഒരു ഒറ്റ സ്റ്റാൻഡിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൂറ ഇങ്ങനെ ആദിലയ്ക്ക് കൊടുത്തില്ല, അങ്ങനെ ലക്ഷ്മിക്ക് കൊടുത്തില്ല. ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നു. പിന്നെ അവിടെയാണ് അവരുടെ ആ ഒരു എന്താ പറയുക, അവർ സിംഗിൾ കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ അവരുടെ കപ്പിൾ ബോണ്ടിന് ശരിക്കും പണി കിട്ടി തുടങ്ങുന്ന ഒരു ഐറ്റമൊക്കെ ഇവിടുന്ന് വേണമെങ്കിൽ സ്പാർക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അത് അതിലുള്ള ഫേസിൽ ഭയങ്കരമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ആ സിറ്റുവേഷൻ അങ്ങോട്ട് നൂറ് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ പിന്നെ അത് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഊക്കുലക്ഷ്മി വന്നിട്ട് എന്ത് ചെയ്തേ, ഈ വൃത്തിയായിട്ട വർത്താനവും പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അത് പോട്ടെ, അതൊരു സൈഡിൽ അങ്ങനെ കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, നൂറയ്ക്ക് ആ ഒരു നൂറ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എനിക്ക് സമയത്തിൻ്റെ വിഷയം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാത്തത്. പക്ഷേ ജിഷിൻ ബാധിച്ചാണ്. ഞാൻ പറഞ്ഞു ജിഷിൻ ഇന്ന് ഭയങ്കര കൺവിൻസിങ് ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ ജിഷിൻ ഈസ് വെരി വെരി കൺവിൻസിങ്. ഇനി ഭയങ്കരമായിട്ട് അയാൾ ചെയ്ത പണികൾ ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല, ഇന്ന് അയാൾ പണിയെടുത്തത്, വൃത്തിക്ക് പണിയെടുത്ത് ഗോൾഡ് കോയിൻ അയാൾ മേടിച്ചിട്ടുണ്ട്. അല്ല, അക്ബറിനെ നൂറ പറഞ്ഞത് കേൾക്കുകയും ഞാൻ പറഞ്ഞല്ലോ, നൂറ ഈസ് കൺഫ്യൂസ്ഡ്. ഈ ഗെയിമിൽ നൂറ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് തോന്നുന്നത്. നൂറ ആ സാധനം അക്ബറിന് പറഞ്ഞ പോയിന്റ്, അതായത് സമയം വൈകിച്ചു എന്നൊക്കെ പറഞ്ഞ പോയിന്റ്, ദാറ്റ് ഈസ് ഇറലവൻറ്റ്. ജിഷിൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ സമയം വൈകിട്ടില്ല, പരിപാടികളില്ല എന്നുള്ളത്. അവിടെയാണ് ഊക്കുലക്ഷ്മി കയറി മറ്റേ ഗെയിം കളിച്ചത്. ഇല്ല, മാറിയിട്ടുണ്ട്. ഈ ഊക്കുലക്ഷ്മിക്ക് അക്ബറിനോട് എന്തോ ഒരു ദേഷ്യമുണ്ട്, മനസ്സിലായോ? എന്തോ ഒരു ചൊറിയുണ്ട്. എന്തോ ചൊറി ഇൻ ദ സെൻസ് അവൾക്ക് അക്ബറിനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടുന്നുള്ള രീതിക്കായിരിക്കാം ചൊറിഞ്ഞ അക്ബറിൻ്റെ വായക്ക് കയറി പോണത്. നല്ല അടങ്ങനെ കിട്ടാറുമുണ്ട് അക്ബറിനെ ഊക്കിന്. എന്താണെങ്കിലും ഊക്കെ ലക്ഷ്മീൻ്റെ 2 ഫേസ് കാണാൻ പറ്റിയല്ലോ ഈ ഒരു കോയിൻ്റെ സാധനം കൊണ്ട്. അതൊരു നല്ല കാര്യമായിപ്പോയി. കാരണം ഇന്ന് ചീറ്റി, നാളെകളിലും വിഷം ചീറ്റു ഈ സാധനം. അതെന്തായാലും ഉറപ്പിച്ച് സർട്ടിഫൈഡ് പോയ്സൺ ആയതുകൊണ്ട് ഇനി മാറ്റി വയ്ക്കാം. ഇനി അധികം എന്താ പറയുക ഡെക്കറേഷനൊന്നും വിളിക്കേണ്ട, സർട്ടിഫൈഡ് പോയ്സൺ ഊക്ക് ലക്ഷ്മി അവിടെ ഇരുന്നോട്ട്. അങ്ങനെ ആ പരിപാടികൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സർക്കസിൻ്റെ സ്കീം വന്നത്. സർക്കസിൻ്റെ സ്കീമിനകത്ത് എനിക്ക് പേഴ്സണലി സർക്കസിൻ്റെ സ്കീമിനകത്ത് അവരിട്ട ഗ്രൂപ്പ്, ബിഗ് ബോസ് ഇട്ട ഒരു ഗ്രൂപ്പിനകത്ത് സാബുമാനെ കൃത്യമായി പ്ലേസ് ചെയ്തു. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിരിച്ച് അവിടെ നിൽക്കണം എന്നുള്ള ഒരൊറ്റ സാധനം മാത്രം ഉള്ളതുകൊണ്ട് ആ ചങ്ങയ്ക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റ് കൊടുത്തു. അനീഷിനെ പിടിച്ചിട്ട് ഇവർ ഗെയിമിൽ ഇട്ടില്ല. അനീഷിനെ കൺട്രോൾ ചെയ്യുന്ന സാധനം മാത്രമേ ബിഗ് ബോസ് കൊടുത്തു. കാരണം ബിഗ് ബോസിന് പേടിയാണ് അനീഷിനെ പിടിച്ച് ഗെയിമിലിടാൻ. അനീഷ് സിംഹം വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും ചെയ്യും. അവിടെ നിന്ന് ഗർജിച്ച് അവസാനം ആ ടാസ്ക് ഫുള്ള് ഗർജിച്ച് തീർക്കും. ചിലപ്പോൾ പറയാൻ പറ്റും, ആണെങ്കിൽ ആളെ കടിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ജിഷിനും ഷാനവാസിനും കടി കിട്ടിയോണ്ട് ഇനി മാന്തും കടിയൊക്കെ റിയലായിട്ട് അങ്ങോട്ട് പോകും ചിലപ്പോൾ. അതുകൊണ്ട് പിന്നെ ആ ചെങ്ങായിനെ ഐക്ക് ബിഗ് ബോസ് അടുപ്പിച്ചില്ല. ബിഗ് ബോസ് നേരെ എടുത്തിട്ട് ഒരു സൈഡിൽ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ ചെയ്തു. എനിക്ക് അഭിലാഷ് കറക്റ്റാണ് നമ്മളുടെ ആര്യൻ്റെ അടുത്ത് പോയത്. കാരണം ആര്യൻ അത് നന്നായി, ആ ഡോഗിൻ്റെ സാധനം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അത് മാക്സിമം ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഈ ആദില ആൻഡ് നമ്മളുടെ അനുമോൾ സംഗതി ഒരു എന്താ പറയുക, ഒരു എവിടെയോ ഒന്ന് വിള്ളൽ വീണ് നിന്നൊരു ഐറ്റത്തിൽ പിന്നെയും ഫെവിക്യൂക്ക് വെച്ച് ഒട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബോണ്ട് എവിടെയും ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു ഐറ്റം ഇന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തോന്നി തുടങ്ങി. ബട്ട് ഇതാണ് ആദിലേൻ്റെ കുഴപ്പം. നൂറ ഈ കാര്യത്തിൽ കുറച്ചും കൂടി കണ്ണിങ് ആണ്. നൂറയ്ക്ക് ഈ പറഞ്ഞ ഒറ്റ അല്ലെങ്കിൽ ആദില നൂറ എന്നുള്ള സംഗതി മാത്രമേ അവർക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ ഇത് ആദിലയുടെ ഗെയിം ആവാം. എഗെയിൻ ഒറ്റപ്പെടാൻ അനുമോളെ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അനുമോളെ അങ്ങനെ ഒരു കരച്ചിൽ ഗെയിം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനത്തേക്ക് വിടില്ല എന്നുള്ള സംഗതി ആയിരിക്കാം. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അനുമോൾ ജിഷിനോട് ഇരുന്ന് പറയുന്നുണ്ട് ആദിലയ്ക്കും നൂറയ്ക്കും വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ വിഷയം വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ എന്തോ മാറിപ്പോയി 2-3 വട്ടം ചോദിച്ച സമയത്ത് അനുമോളൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രഡ്ജ് കൊണ്ടാണ് അന്ന് ലാലേട്ടൻ വന്ന സമയത്ത് ഇവർ അത്രയും നേരം ആര്യൻ്റെ ഗിസൈൻ്റെ കാര്യം പറയാൻ എൻ്റെ പൊണ്ടായിട്ട് പിന്നെ മാറിയില്ലോ എന്നൊക്കെയുള്ള സംഗതി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അനുമോൾ ആദില എനിക്ക് തോന്നുന്നു കുറച്ച് കാലം ഓടബിൾ സാധനമാണ്, ഓടബിൾ കണ്ടൻ്റാണ്. ഈ പ്രവീൺ അനുമോൾ ഐറ്റം ഓടിയില്ലെങ്കിലും ഇത് ഓടാനുള്ള ചാൻസ് ഉണ്ട്. ആദില അനുമോൾ ഐറ്റം ഓടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ ഓടിപ്പോകാനുള്ളൊരു ഐറ്റമാണ് തോന്നുന്നു. അതൊരു കട്ടപ്പ സീനിലേക്ക് പോലും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു ഇപ്പം ഇത്രയും ദിവസം ഇവന്മാരാരും തമ്മിലൊരു ബോണ്ടും ഉണ്ടായില്ല. ആകെ എനിക്ക് ഒനിയിലും അഭിലാഷും തമ്മിലാണ് ഒരു ബോണ്ട് അതിൽ ക്രിയേറ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നത്. അവർ തമ്മിലൊരു ബ്രദർ സാധനം ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലാത്ത പക്ഷേ ആരും തമ്മിലൊരു സാധനം ഇല്ല. ബട്ട് ആദില അനുമോൾ ഐറ്റത്തിനകത്ത് എന്തോ ഇറുക്കുന്നത്, നമുക്കൊരു ബോഡി ലാംഗ്വേജും ആദില അനുമോളൊക്കെ ആ ഒരു കുസൃതി ആകെ രസമാണ്. അതെന്തോ ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഇനി ആ കാരണം കൊണ്ട് ആദില നോറയും തമ്മിൽ അടിക്കുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കാരണം ആദിലയ്ക്ക് അനുമോളോട് കുറച്ച് കൂടുതൽ പാസ് തോന്നിക്കഴിഞ്ഞാൽ നോറയ്ക്ക് എന്താണെങ്കിലും പൊട്ടും. മേ ബി അതും പറയാൻ പറ്റില്ല. അല്ലെ ഇതിനകത്ത് എങ്ങനെ ഏത് രീതിയിൽ ഈ കണ്ടന്റ് ഓടുന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പം അതങ്ങനെ പോകുന്നുണ്ട്. പ്രവീൺ പിന്നെ അനുമോളൊപ്പം മാക്സിമം നിന്ന് വലിച്ചൂറ്റി എടുത്തിട്ട് അനുമോളെ കണ്ടന്റും കൊണ്ട് പോകാന്നുള്ള ഐഡിയ ആയിട്ട് വന്നതാണ്. പക്ഷേ പാവം പാളിപ്പോകുന്നു തോന്നുന്നുണ്ട്. പോയി ചാടിക്കുന്ന പെരുമ്പാമ്പിൻ്റെ മടയിലാണ് നെവിൻ്റെ അടുത്തേക്ക് അവിടെ സൈഡിലൊരു ക്ലിപ്പ് വയ്ക്കാൻ. ഓക്കെ, രണ്ടും കൂടി അവിടെ കിടക്കുന്നുണ്ട്. എന്താവോ എന്തോ, കണ്ണറിയണം കോശി എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതങ്ങനെ, കാരണം ഇതിന് രണ്ടാക്കും ഒരു സ്റ്റോറി ലൈൻ പുറത്ത് എയറിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ആ സ്റ്റോറി ലൈൻ ഇനി വരും ദിവസങ്ങളിൽ വികസിക്കോ ഇല്ലേ, അത് ഏത് യൂണിവേഴ്സ് ക്രിയേറ്റ് ആവും എന്നുള്ളതൊക്കെ ബിഗ് ബോസും അല്ലെങ്കിൽ പുറത്തുള്ള ബാക്കിയുള്ള ആളുകളും വിചാരിക്കണം. ഇന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിന് എന്തെങ്കിലും രീതിയിൽ ആ സംഗതി ഒന്ന് വളർന്ന് വലുതായി പന്തലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡാണ് തീർന്നു കിട്ടിയിട്ടുണ്ട്. യൂക്ക് ലക്ഷ്മിന് ആദ്യം 10 പറഞ്ഞുകൊണ്ടേ എനിക്കിന്ന് എപ്പിസോഡ് നിർത്തുമ്പോഴത്തേക്ക് ഒരു മനസമാനമുണ്ട്. എനിക്ക് ഇവിടെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എന്തോളം വിചാരം എച്ചാതി ഡയലോഗുകൾ അടിക്കുന്നത്. ഞാൻ പറയുമ്പോഴല്ലോ കൊടുക്കരുത് ഏറ്റവും ഏറ്റവും മുന്നിക്ക് കൊണ്ടുപോകാൻ തന്നെ പാടില്ല. ഇമാതിരി മെൻറ്റാലിറ്റി ഉള്ള ഐറ്റങ്ങളൊന്നും കൊണ്ടുവരും. ഇപ്പോൾ ആദ്യം ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇവൻ ആദ്യത്തെ ആ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ ഒരു മോൾഡിങ് ഉണ്ട്, അബീൻ്റെ മോൾഡിങ്. അവൻ എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ടുണ്ട്, അത്യാവശ്യം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവൻ എതിർത്ത് നിന്ന ആളോടാണെങ്കിൽ പോലും അവനൊരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇമാതിരി ചള്ള വർത്താനൊന്നും അതിനകത്ത് 1-2 വട്ടം പറഞ്ഞു എന്നല്ലാതെ ഇത്രയും ഒരു ഡൗൺ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു സാധനം ആദ്യം അടിച്ചതല്ലാതെ പിന്നെ അവൻ അടിച്ചില്ല. അത് നമ്മളും മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളും അവനോടുള്ളൊരു സംഗതി കൊണ്ട് നമ്മളെല്ലാവരും മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. നീ അത് ചെയ്യരുത് പറയരുത് പറഞ്ഞാൽ പല സാഹചര്യത്തിലും നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട്, ആ സാധനം ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇവിടെ ആരും ഇൻവോൾവ് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഈ ഊക്ക് ലക്ഷ്മി ഇങ്ങനത്തെ ഗട്ടർ സാധനം പറഞ്ഞിട്ട് വേസ്റ്റ് സാധനം പറഞ്ഞ് ഇങ്ങനെ പോകും തോന്നുന്നുണ്ട് മുന്നോട്ട്. ആ ഉള്ളിലുള്ള ആ പോയിസൺ ചാടിയതാണ് സർട്ടിഫൈഡ് ബാമ്പ്. ഊഫ് അമ്മ, ഇതിനെയാണല്ലോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ക്ലാസ് അല്ലെങ്കിൽ കുറച്ചൊരു കോർപ്പറേറ്റ് ബോസി ക്യാരക്ടർ, അങ്ങനെയാണ് കുറച്ച് നല്ല മെച്ചുവർഡ് കണ്ടന്റ് കിട്ടുന്നൊക്കെ പറഞ്ഞത്. മൈ ഫുഡ് ഊഫ്.